ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, അല്ലേ? അതെ, ഒരുപാട് സങ്കടങ്ങളെന്നല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ സങ്കടമല്ല, ചില സമയത്ത് മനുഷ്യന് സങ്കടം ഉണ്ടാവും, പക്ഷെ സന്തോഷം അതിലുപരി ഒരുപാടുണ്ട്, അല്ലേ? അതെ, ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു, നമ്മുടെ സത്യം പറഞ്ഞ അങ്ങനെയല്ല, അതായത് നമ്മള് എന്താ പറയുക, വാക്കുകളില്ല എന്നുള്ളതാണ്. അതാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ആകുമെന്നോ ഇത്രത്തോളം എത്തിച്ചേരുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് നമുക്ക് നമ്മുടെ ചാനലിൽ 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മള് 9 ലക്ഷം എന്നുള്ള വലിയ സംഖ്യയിൽ എത്തിയിരിക്കണം. ഇനി വേറെ 1 ലക്ഷം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 1 മില്യൺ എന്നുള്ള വലിയ സംഖ്യയിലേക്ക് എത്തും. അത് പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമൊക്കെ വരുന്നു. ഇപ്പൊ മില്യണൊന്നും വലിയ ഇതൊന്നും അല്ല, എന്നാലും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഭയങ്കര സന്തോഷം. നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. ഇത്രത്തോളം ആകുമെന്നോ ഇത്രത്തോളം എത്തിച്ചേരുമെന്നോ ഒരിക്കലും ചാനൽ തുടങ്ങിയപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു. 9 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സംഖ്യ തന്നെയാണ്. കാരണം എന്താ പറയുക, അത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ അടിയിൽ വരാൻ പോകുന്ന ഒരു കമന്റ് ഞാനിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞേക്കാം. ഒരു പ്രഗ്നൻസി ഇതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം വീഡിയോ, അതുകൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക, അങ്ങനെ പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇതല്ല. കാരണം നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യൂസ് നമുക്കറിയാം. നമ്മൾ തുടക്കകാലം തൊട്ട് നമുക്കുണ്ടാകുന്നത് ഒരു 10,000 15,000 ഇതാണ്. അത് കൂടുതൽ പോകുന്നതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. എന്തായാലും നല്ല, അതായത് ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്തൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുണ്ടാകുന്നത് നമ്മൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഉണ്ടാകുന്നത് ഒരു 10,000 15,000 വ്യൂസ് മാത്രമേ ഉള്ളൂ. അത് കൂടുതലൊന്നും വരുന്നില്ല. നമ്മളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മളിടുന്ന ലോങ് വീഡിയോ അല്ല, നമ്മളിടുന്ന ഷോർട്ട് വീഡിയോസിലാണ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആവുന്നത്. കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാതെ വീഡിയോ അങ്ങ് ഇതാവുന്നുണ്ട്. അതുകൊണ്ടാണ് 8 ലക്ഷം പെട്ടെന്നായത്, 9 ലക്ഷം ആയത്. അപ്പം അത് പറയുന്നവരെ കൊണ്ട് മാത്രം പറയാനുണ്ടോ, വേറൊന്നുമല്ല, നമുക്കറിയാം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞായിരുന്നു, ഒരു പണിയും ചെയ്യാതെ നിങ്ങൾ ഈ 8 ലക്ഷം സബ്സ്ക്രൈബർ 8 ലക്ഷം പറഞ്ഞിട്ടുള്ള 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ തോന്നുന്നു 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊരു ഇരിക്കട്ടെ ഒരു കുതിരപ്പോന്ന് ചേച്ചി. ഇത് സന്തോഷം, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കണത് പോലെ ഇതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ചാനലുള്ള ഒരാൾക്ക് അത് റീച്ചാക്കി എടുക്കാനും ആ റീച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്. കാരണം ഈ വീഡിയോസ് എന്നുള്ളത് നമുക്ക് പറയും പിന്നെ കോപ്പിയടിയാണ് അങ്ങനെ പറയുന്നവരുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കണ്ടു നമ്മളത് നമ്മുടെ രീതിയിലേക്ക് ആക്കി എടുക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ചെയ്യുമ്പം ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പം അത് ശരിയാവണമെന്നില്ല. അതിൻ്റെതായ ഇപ്പം ചാനലുള്ളവർക്കറിയാം. വേറൊന്നും പറഞ്ഞതല്ല, ഈ നെഗറ്റീവുകൾ പറയുന്നത് ഒരു ഹരമാക്കി എടുത്തേക്കുന്ന കുറെ പേരുണ്ട്. അതെ, സത്യമാണ് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് നെഗറ്റീവ് പറയാൻ വേണ്ടി പോലും ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. നമുക്കതിന് വേറെ വിഷമങ്ങളൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, അത് അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇത്രത്തോളം എത്തിച്ചേരാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയുണ്ട് മുന്നോട്ട് ഇതുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതായി തീർന്നതിന്. കാരണം 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ചുമ്മാ അല്ല, ഒരു നിസ്സാര കാര്യമല്ല. അതായത് നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ടിറങ്ങി നമുക്ക് ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്കിതൊരു ഇതാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് മുടക്കുകളുണ്ട് കേട്ടോ. നമ്മൾ ഇതിനനുസരിച്ചുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈവൻ ഞാൻ പറയില്ലേ, നമുക്ക് ഈ ചാനൽ ഓരോ സമയത്ത് കൂടുന്തോറും ഈ ക്ലാരിറ്റി കൂടിയ ഫോണുകൾ നമുക്ക് അറിയാം. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്തുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെയാണോ അപ്ലോഡ് ചെയ്തത് നമ്മൾ ഓർത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നില്ല ആ സമയത്ത്. പക്ഷെ നമ്മളിപ്പോഴും ഇപ്പോൾ ഉള്ള കയ്യിലുള്ള ഫോൺ പോലും ഇപ്പം ഫോൺ ഹാങ് ആയിട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊന്നും പറഞ്ഞതല്ല,
നമ്മൾ കുറെ നാളായിട്ട് എത്ര ഇപ്പൊ 1 വർഷത്തോളം മേളിലായല്ലേ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആ ഫോൺ പോലും ഇതാണ്. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ചുമ്മാ നമ്മൾ കോൾ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ഹാങ് ആകത്തില്ല. ഇതിനകത്ത് വീഡിയോസ് എടുത്തെടുത്ത് സ്റ്റോറേജ് ഫുള്ളായി, പിന്നെ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയത്തില്ല. നമ്മളിത് വേറെ ഒന്നും പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് ആ സന്തോഷം കൊണ്ട് ഇതാണ് നമ്മൾ പറയാണ്. ഇതിനു വേണ്ടി നമുക്കൊരു കുറച്ച് നമ്മുടെ എഫേർട്ട് ഉണ്ട്. ഇല്ലെന്ന് നമുക്കൊരു ഞങ്ങൾ വെറും ചക്കച്ചോളം കൊടുത്ത് വാങ്ങിച്ചെടുത്തതല്ല 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. സ്നേഹം നമ്മളെ ഇഷ്ടപ്പെട്ട് അല്ലേ. അതെ, ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വീഡിയോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇതൊരു ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന് കാരണക്കാര് നിങ്ങളുണ്ട്. അതിന് അപ്പുറത്ത് ഈ നമ്മൾ അറിയാലോ, ചാനൽ അച്ചായൻ ആർമി ഫാമിലി എന്ന ചാനൽ അറിയാലോ. അപ്പൊ ചേട്ടായുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ വേണ്ടി നമ്മള് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ചേട്ടായി ടിക്ടോക്കിൽ കിടന്ന് കഷ്ടപ്പെട്ട് അതിൽ കുറച്ച് വൈറലായി. അങ്ങനെയാണ് ചേട്ടായി യൂട്യൂബിൽ അച്ചായൻ ആർമി ഫാമിലി എന്നുള്ള ചാനൽ തുടങ്ങുന്നത്. ആ ചാനലിൽ തുടങ്ങി അതിന് അത്യാവശ്യം റീച്ചായി തുടങ്ങിയപ്പോഴാണ് ഇടി നീയും കൂടെ തുടങ്ങണേന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതില് ആ ഒരു സപ്പോർട്ടിന്റെ ബലത്തിലാണ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചാനൽ തുടങ്ങിയത്. അറിയാലോ ഇതിൻ്റെ അത്. പിന്നെ അത് റീച്ച് എന്ന് പറയുന്ന കാര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ എടുക്കുക, നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം, അതായത് നെഗറ്റീവ് പറയുന്നവർക്ക് എന്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറയുക, അതും നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. അതിൽ ഒന്നില്ലെങ്കിൽ ഉണ്ടാവും. നമുക്ക് വീണ്ടും വീണ്ടും ഉയർത്തലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണമല്ലോ. നമ്മൾ ഈ മാവില്ലേ മാങ്ങയുള്ള മാവില്ലേ കല്ലെറിയുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നമ്മൾ കൂടെ ഉണ്ടാവണം. പിന്നെ നെഗറ്റീവ് പറയുന്നവർ അവരും കൂടെ ഉണ്ടാവണം, പോകരുത്. അതൊക്കെയല്ലേ നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ സന്തോഷം. അതല്ലേ ചില സമയത്ത് അതൊരു രസമാണ്. പിന്നെ പിന്നെ കുറെ പേര് ഇതിനടുത്ത് പേര് പറയേണ്ടതാണ്, നമ്മൾ പറയുന്നില്ല. സന്തോഷം സമയമാണ്, അത് നമ്മൾ പറയുന്നില്ല. ആദ്യം മുതൽ ഈ 9 ലക്ഷം ആകുന്നതിന് വരെ നമ്മുടെ കൂടെ ഒരേപോലെ നിന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോസ് കണ്ട് ഡെയിലി കമന്റ് ചെയ്ത് ഒരുപോലെ അല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരുടെയൊക്കെ പേര് നമുക്കറിയാം. പക്ഷെ 1-2 പേർ പേരുമായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാരും നമ്മുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായത് ഇത് ഈ സമയം വരെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭയന്നായതാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതെ, ഇതിന്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, കാര്യങ്ങളൊക്കെ ഇടയിൽ നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് വരെ നമ്മൾ ബലിയാടാവേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഇങ്ങനെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുഴപ്പമില്ല, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. കുഴപ്പമില്ല, അത് നമ്മുടെ ഭാഗത്തും ഉണ്ട്. ശരിയാണ്. കാരണം നമ്മൾ പേഴ്സണലായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നെഗറ്റീവും പറയും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ, അങ്ങനെ പറയുന്നവരുണ്ട്. കുഴപ്പമില്ല. അപ്പം അല്ല, പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ തിരിച്ചറിയപ്പെടുന്നു. അതായത് അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളങ്ങ് പോയി കഴിയുമ്പോൾ ഒരാൾ വന്ന് കയ്യെ പിടിച്ചിട്ട് പറയുകയാണ്, ഇനി ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കൊണ്ട് കിട്ടിയ ഒരു സന്തോഷം. അല്ലെങ്കിൽ നമ്മളെ അറിയുന്നത് പറഞ്ഞാൽ നമ്മുടെ പരിചയക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തുള്ളവരും അങ്ങനെയുള്ളവരും അറിയാവുന്നവരല്ലേ ഉള്ളൂ. ബന്ധുക്കളും അങ്ങനെയുള്ള റിലേറ്റീവ്സ് മാത്രമേ നമ്മളെ അറിയൂ. പക്ഷെ ഇത് ഇവിടെ കട്ടപ്പന വന്നതിന് ശേഷം നമ്മളെ അറിയുന്നവരാരും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ അതെ, ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഇന്നയാളല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെ കണ്ട നമുക്കറിയാം. ഇതുപോലൊരു അവിടെ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടതാണ് ഒരു ചേച്ചിയെ. ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കണ്ട് ഞാൻ അങ്ങോട്ട് കയറി വീണ്ടുമ്പം എന്നോട് ചോദിച്ചു. അത് സത്യം പറയാം എന്നെ അറിയത്തില്ല, ചേട്ടായിയൊക്കെ അറിയാം. ചേട്ടായിയുടെ ചാനൽ അങ്ങനെ അവർ വേറെ ആൾ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അറിയാം. അതങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ഓക്കെ കണ്ടു. അങ്ങനെ ഒരു സന്തോഷം. അല്ലാതെ നമ്മളെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന ഒരുപാട് പേരുണ്ട്. മിണ്ടാൻ മടിച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവരാന്ന് തോന്നുന്നു, പക്ഷെ മിണ്ടിയില്ല, നോക്കി ചിരിച്ചു. പിന്നെ അവർ അടുത്ത വീഡിയോയിൽ കമന്റ് ഇട്ടു, ഞാൻ നിങ്ങളെ കണ്ടിട്ട് മിണ്ടാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, നമുക്ക് അത്രയ്ക്ക് മാത്രമൊന്നുമില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾ എപ്പോഴും ആക്സസിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണം നമ്മളൊന്ന് സംസാരിക്കാം. അത് വലിയ നമുക്കും ഭയങ്കര സന്തോഷമാണ്.
നമ്മൾ ഇനി ചില സമയം നമ്മളെ നോക്കി തന്നെയാണോ ചിരിക്കണേ നമുക്ക് സംശയം വരില്ല, അല്ലെ ഞങ്ങൾ അങ്ങോട്ടൊന്നും മിണ്ടും. പക്ഷെ ചിലരുണ്ടല്ലോ നമ്മൾ എവിടെയോ കണ്ട് ഇതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ പക്ഷെ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് കിട്ടണില്ല യൂട്യൂബിലല്ലേ. കാരണം നമുക്കറിയാം ആ ഒരു എക്സൈറ്റ്മെന്റ്, കാരണം എവിടെയോ ഒരുപാട് ചാനലുകൾ കണ്ടു പോകുമ്പോൾ അതിലെപ്പോഴും കണ്ടൊരു മുഖമാണ് ഞങ്ങൾ. ചിലപ്പോ പെട്ടെന്ന് കാണുമ്പോൾ മുന്നേ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ കാരണം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എക്സ്പ്രഷൻ ഞങ്ങൾ സ്റ്റാൻഡ് നിന്നപ്പോട്ടോ ചേച്ചി കുഞ്ഞിനെ കണ്ട് അന്നേരം അത്ത ചാടി, ഞാൻ മിണ്ടാന്ന് ചോദിച്ചു, അന്നേരം അത്ത ചാടി യൂട്യൂബിലല്ലേ എന്ന് ചോദിച്ചാൽ അതല്ല സാർ. അപ്പൊ അവർക്ക് ഒരു സന്തോഷം, നമുക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മള് സത്യം പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മേഖലയായിരുന്നു. നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ബാലപാഠങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. ശരിയാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വാക്കുകൾ ചില സമയത്ത് നമ്മൾ പറയണത് ഇതല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ, അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാവണം. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. ഇതല്ല ഇങ്ങനെയല്ലേ, ഒന്നുമില്ല. ഭയങ്കര സന്തോഷമാണ്. 9 ലക്ഷം പേരും ഇനി വരാൻ പോകുന്നവരും ഒക്കെ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പം കുഞ്ഞാവ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ 1 മില്യൺ അടിക്കുമെന്നുള്ള ഞങ്ങളുടെ ഒരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം. ചിലപ്പോൾ അതിന് മുന്നേ ആവാം, ചിലപ്പോൾ അത് കഴിഞ്ഞു പോകാം. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരട്ടെ. നമ്മൾ കുഞ്ഞപ്പം ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലേ? ശരിയാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം. ഇതുവരെ അല്ലേ? അപ്പം എന്താ പറയാ, നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.